എൻ്റെ ചിന്താഗതിയിലുള്ള രാജസ്ഥാൻ മൊത്തം മാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഇമാജിനേഷനുള്ള എല്ലാം തെറ്റിയിട്ടുള്ളത് ഇപ്പോൾ ഈ റൈഡിൽ മൊത്തം. ഞാൻ രാജസ്ഥാൻ ഫുള്ള് മരുഭൂമി ആയിരിക്കും, പക്ഷെ ഇവിടെ കണ്ട നല്ല വയനാട് ഫീല്, വയനാട് മൂന്നാറൊക്കെ പോയ ഫീലാണ്. നല്ല കണ്ണാടി പോലെ തിളങ്ങുന്ന സാധനം, കണ്ണാടി പോലെ അല്ല, എൻ്റെ നേരിലെല്ലാം കണ്ട. അപ്പോൾ രാജസ്ഥാനിൽ രാജസ്ഥാൻ മാർബിൾസ് നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നതല്ല, കട്ട് ചെയ്തെടുക്കുന്ന കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ. പീസാക്കി നമ്മളെ പപ്പടം ഉണക്കാടുന്ന പോലെ ഉണക്കായിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മളെ ഡേ തുടങ്ങിയിട്ട് 169ാമത്തെ ദിവസം നമ്മളെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോക്കുന്നതാ. രാജസ്ഥാനിൽ ഗാവ് കാ നാം ക്യാ ഹൈ? ബിച്ചിവാറ എന്ന സ്ഥലത്താണുള്ളത്. അപ്പം ഇവിടെ ജീവൻ്റെ മുമ്പിലാണ് ഉണ്ടായിന്. നമ്മളിവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോക്കാണ്. സൈക്കിളെല്ലാം സെറ്റാണ്. ഇപ്പോൾ ഇന്നലെ ഇവിടെ തന്നെ റെസ്റ്റ് ചെയ്തു, ഇന്നലെ റൈഡൊന്നും ചെയ്യില്ല. അതുകൊണ്ട് ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യമെല്ലാം ഉള്ളതുകൊണ്ട്, അങ്ങനെയൊക്കെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇവിടെ അത്യാവശ്യം ഫോറസ്റ്റും കാര്യങ്ങളും മഴയൊക്കെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ. 2 ദിവസം നല്ല മഴ കൊണ്ടു. അപ്പോൾ പോടാ, ഓക്കെ ബാ, അപ്പോൾ കാണാം, ബൈ. നമുക്കൊരു പാൽ കുടിച്ചിട്ട് തന്നെ തുടങ്ങാം. ഇപ്പോൾ നല്ല പാലാക്കിയിട്ടുണ്ട്. പിന്നെ പാലാക്കിയതല്ല ഹൈലൈറ്റ് ഇതാ കണ്ട, ഇത് കണ്ട, ഒരു ലോറിയിൽ നിൽക്കാൻ മൂപ്പര് ഇറങ്ങി വന്നിട്ട് കുടിക്കുന്നതോ. നമ്മളിങ്ങനെ വിശ്വസിച്ചിട്ട് പോവാം അങ്ങോട്ടേക്ക്. അപ്പോൾ അതെല്ലാം പ്രശ്നമല്ലേ, അയാൾ സമ്മതിക്കണം. ഇവിടെ അധികം നേരം വീഡിയോ എടുക്കാനാണല്ലോ, കാരണം ഈ എന്തെങ്കിലും ചിലപ്പോൾ ചോറയെല്ലാം വരും. അപ്പം നല്ല പാൽ കുടിച്ചുകൊണ്ട് തുടങ്ങാം. അങ്ങനെ ഗായ്സ് നമ്മളിതാ രാജസ്ഥാൻ ഹൈവേയിലുള്ള ഉദയപുരേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. ഇനി വെറും 80-90 കിലോമീറ്റർ അങ്ങനെ ഉള്ളു. ഇനി പോയിക്കൊണ്ടിരിക്കുക. ഇന്നെത്തൂല, 2 ദിവസം എടുക്കും എന്തായാലും. അപ്പോൾ കാണാം. എൻ്റെ ചിന്താഗതിയിലുള്ള രാജസ്ഥാൻ മൊത്തം മാറിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഇമാജിനേഷനുള്ള എല്ലാം തെറ്റിയിട്ടുള്ളത് ഇപ്പോൾ ഈ റൈഡിൽ മൊത്തം. ഞാൻ രാജസ്ഥാൻ ഫുള്ള് മരുഭൂമി ആയിരിക്കും, പക്ഷെ ഇവിടെ കണ്ട നല്ല വയനാട് ഫീല്, വയനാട് മൂന്നാറൊക്കെ പോയ ഫീലാണ്. നല്ല ക്ലൈമറ്റും കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് രാജസ്ഥാൻ? ഒന്നും ഉറങ്ങാൻ തോന്നുന്നല്ലേ? തോട്ടോ ഓട്ടാ സുഖല്ലേ? കൈസായേ
നാണമോ തേക്കറി നമ്മൾ പോകാൻ പോക്കാന്ന് കഴിച്ചു. നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ഇട സൈഡിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടവരാന്ന് ഞാൻ കാണുന്നത്. അതായത് രാജസ്ഥാൻ മാർബിൾസ് ഉണ്ടാക്കുന്നത്, കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഈ സാധനം കട്ട് ചെയ്ത് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ കട്ട് ചെയ്ത് അത്രയും വലിയ സാധനം കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെതാ പീസാക്കി നമ്മളെ പപ്പടെല്ലാം ഉണക്കാടുന്ന പോലെ ഉണക്കാടിട്ടുണ്ട് വീടെല്ലാം. അപ്പോൾ ഇതൊരു ടൈപ്പ്. വേറൊരു ടൈപ്പും കൂടി ഉണ്ട്, അത് കാണിച്ചാൽ ഞാൻ. ഇതടുത്ത ടൈപ്പ് ബ്ലാക്ക് കളറിൽ നല്ല കണ്ണാടി പോലെ തിളങ്ങുന്ന സാധനം. കണ്ണാടി പോലെ അല്ല, അതിൻ്റെ നേരിലെല്ലാം കണ്ട. അപ്പോൾ രാജസ്ഥാൻ മാർബിൾസ് നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നതല്ല, കട്ട് ചെയ്തെടുക്കുന്ന കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ. അതിന് ആ കല്ലും കൂടി ഞാൻ കാണിച്ചു തരാം. ഉള്ളിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വാട്ടർ കട്ടിങ് ഞാൻ തോന്നുന്നു എനിക്ക്. അതുകൊണ്ടായിരിക്കും ഇത്ര സൗണ്ട്. വാട്ടർ കട്ടിങ്ങോ അല്ലെങ്കിൽ മിഷൻ കട്ടിങ്ങോ ആയിരിക്കും. ഈ സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ വന്നതാ. ഇങ്ങനെയുള്ള പാറകളാണ് മുറിച്ചിട്ട് അങ്ങനെ ആക്കുന്നത്. അപ്പോൾ നമ്മളെ സൈക്കിൾ ആടിയുണ്ട്, നമ്മളിടുന്ന റൈഡ് തുടങ്ങാൻ പോക്കാണ്. അതൊക്കെ ആടിയുണ്ട്. രാജസ്ഥാനിൽ ഫുള്ള് മരുഭൂമി വിചാരിച്ചാൽ എനക്ക് തെറ്റിപ്പോയി. അത് ചില ഏരിയകളിൽ മാത്രമേ ഉള്ളൂ തോന്നുന്നു എനിക്ക്. കാരണം ഇവിടെയൊക്കെ ഫുള്ള് പച്ചപ്പ് കാണുന്നു. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ റെയിനി സീസണിൽ വന്നുകൊണ്ടായിരിക്കാം. പക്ഷെ എന്നാലും ഞാൻ ഇത്ര പച്ചപ്പ് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമ്മളെ ഷുട്ടാപ്പി ആടിയുണ്ട്, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ സൈക്കിൾ ആടിയുണ്ട്. ഉണ്ടാ ചേക്കൻ നല്ല സന്തോഷമുണ്ട് അല്ലേ? പൊറോട്ടയും ബീഫും മേടിച്ചോണ്ടൊരു സന്തോഷ. കലിപ്പ് ആശിറന്നെ നാണം വന്ന് വേണ്ട. മറ്റേ ഇങ്ങനെയൊക്കെ ചിക്കുവാ. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടാ സെറ്റ്. ನಾನು ನೋಡ್ತೀನಿ ನನ್ನ ಮಗನೇ. ಓಕೆ ಬಾಯ್.
നമ്മളത് ആ ജിയോൻ്റെ പമ്പിലാണ് ടെൻ്റ് അടിക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷേ ജിയോൻ്റെ പമ്പിൽ അവർ ടെൻ്റ് അടിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളതുകൊണ്ട് ഇവിടെ നല്ല മാർബിള്, അതായത് ലോകത്തിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും രാജസ്ഥാനിൽ നിന്നാണ് ഈ ഗ്രീൻ മാർബിൾ പോകുന്നത്. അപ്പോൾ ഈ ഗ്രീൻ മാർബിൾ പോളിഷ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ. അവിടെ നമ്മളോട് ടെൻ്റ് അടിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ടെൻ്റ് അടിച്ച് ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയിരുന്നു. ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. ഇന്ന് നമ്മളെ സ്റ്റൗവിനും ഇതിനൊക്കെ റെസ്റ്റ് കൊടുത്ത് ടെൻ്റൊക്കെ അടിച്ചിട്ട് നമ്മളെ കുട്ടൻ ഫോൺ ചാർജിന് വെച്ച് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോക്കാന്ന്. ഭക്ഷണം എന്താ കഴിക്കുന്നതിനുള്ളത് കാണിച്ചു തരാം. നമ്മളൊരു ദിവസം ഇതൊക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് ഏകദേശം 1/2 കിലോമീറ്റർ നടന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ വന്നത്. അറിയാണ്ട് കഷ്ടകാലത്തിന് വെജിറ്റബിൾ ബിരിയാണി പറഞ്ഞു പോയി. ഇതെന്നാന്ന് തന്നെ എനിക്ക് തിരിയുന്നില്ല. അയ്യോ